നാട്ടിൽ നിന്ന് ദുബായിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ ടോട്ടലി എത്ര എക്സ്പെൻസ് ആവും എന്ന് പറയുന്നതിന്റെ 4th എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ഫുഡ് എക്സ്പെൻസ് ആണ്. എനിക്ക് ഒട്ടും കൈ നിൽക്കാത്തൊരു കാര്യം, കാരണം ഞാൻ അത്ര കൺട്രോൾഡ് ആയിട്ടല്ല നോക്കുന്നത്. പുറത്തൊന്നും വീട്ടിൽ കുക്ക് ചെയ്തിട്ടും എല്ലാം കൂടെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ കൺട്രോളിൽ നിൽക്കാറില്ല. പക്ഷെ നിങ്ങൾ ഒരു അഫോർഡബിൾ ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മെസ്സാണ്. മെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മീലാറ്റോ അങ്ങനത്തെ ഓരോ സൈറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ മന്ത്ലി ഒരു 1 ടൈമിനാണെന്നുണ്ടെങ്കിൽ നിയർലി 200 ആയിട്ടാണ് ചാർജ് വരുന്നത്. 2 ടൈം ആകുമ്പോൾ ഒരു 250-60 റേഞ്ചിലാണ്. പിന്നെ 3 ടൈം 3 നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 340 റേഞ്ചിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് കുറച്ചും കൂടെ ഒരു ക്വാളിറ്റിയും കൂടെ ഞാൻ കൺസിഡർ ചെയ്തിട്ട് പറയുന്ന ഒരു പ്രൈസ് റേഞ്ച് ആണ് കേട്ടോ, അല്ലാണ്ട് ഇതിലും ചീപ്പറായിട്ടും അവൈലബിൾ ആണ്. അപ്പം ഇതാണ് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ സെൽഫായിട്ട് കുക്ക് ചെയ്യുക. സെൽഫായിട്ട് കുക്ക് ചെയ്യും, പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കുറച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം, കാരണം നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ. പക്ഷെ അതൊരു ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ലോങ് റണ്ണിൽ നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനും അത് തന്നെയാണ്. അപ്പോൾ കുക്കിംഗ് കൺസിഡർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഫുഡിൽ ഏറ്റവും അഫോർഡബിൾ